ഇതുവരെ വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായങ്ങളിലൂടെ മുണ്ടക്കയിലും ചൂരൽമലയിലും പ്രാണൻ ബാക്കിയായവരുടെ തുടർ ജീവിതം സാധ്യമാകുമോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. 2019 ഉരുൾപൊട്ടലിൽ തകർന്ന പുത്തുമലയുടെ പുനരധിവാസം ഇനിയും പൂർത്തിയായിട്ടില്ല. മുണ്ടക്കയോ ചുരൽമലയോ ഇനി ഒരിക്കലും പുനർനിർമ്മിക്കാൻ സാധിക്കുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. മുണ്ടക്കയിൽ നാമമാത്രമായ കെട്ടിടങ്ങളാണ് അവശേഷിക്കുന്നത്. ചൂരൽമലയിൽ ശേഷിക്കുന്ന കെട്ടിടങ്ങളുടെ അടിത്തറ വരെ ഇളകിയതിനാൽ ഏത് നിമിഷവും തകർന്നു വീഴാമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് പുനരധിവാസം മറ്റേതെങ്കിലും സ്ഥലത്ത് നടപ്പാക്കാനേ സാധിക്കൂ. 350 വീടുകൾ തകർന്നുവെന്നാണ് ഏകദേശ കണക്ക്. 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് തറക്കല്ല് പോലും ഇല്ലാതെ അപ്രത്യക്ഷമായി. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതു കെട്ടിടങ്ങൾ നിരവധി വേറെയും. റോഡുകളുടെയും പാലങ്ങളുടെയും കണക്കുകൂടി ചേർത്താൽ ഏകദേശം 2000 കോടി രൂപയുടെ നഷ്ടം ഈ പ്രദേശത്തുണ്ടായി. പുനരധിവാസത്തിനും മറ്റുമായി സർക്കാർ കണക്കുകൂട്ടുന്നത് 1000 കോടിയാണ്. 100 വീതം വീടുകൾ കോൺഗ്രസും KCBCയും മുസ്ലിം ലീഗും നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മറ്റ് സംഘടനകളും വ്യക്തികളും ചേർന്ന് 200ഓളം വീടുകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 350 വീടുകളാണ് നിർമ്മിക്കേണ്ടത്. എസ്റ്റേറ്റ് പാടികളിൽ താമസിക്കുന്നവർ ഇതിന് പുറമെയാണ്. മറ്റടിസ്ഥാന സൗകര്യങ്ങളും വേണം. പല കുടുംബങ്ങളും പൂർണ്ണമായി ഇല്ലാതായതിനാൽ അവർക്കിനി വീട് ആവശ്യവുമില്ലാത്ത ഒരവസ്ഥയിലാണിപ്പോൾ നിൽക്കുന്നത്. 2019 പുത്തുമലയിൽ ഉരുൾപൊട്ടിയത്. 105 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. 10 ലക്ഷം രൂപയാണ് സർക്കാർ ദുരിതാശ്വാസമായി പ്രഖ്യാപിച്ചത്. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 5 ലക്ഷം കൂടി നൽകി. 6 ലക്ഷം സ്ഥലം വാങ്ങുന്നതിനും 4 ലക്ഷം വീട് വയ്ക്കുന്നതിനുമാണ് അനുവദിച്ചത്. സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹായിച്ചാണ് വീട് വെച്ചത്. 2 വർഷം മുൻപാണ് പലരും സ്വന്തമായി വീടുകളിൽ താമസിക്കാൻ തുടങ്ങിയത്. കുടിവെള്ളത്തിനുള്ള കുളം കുത്തിയതും മോട്ടോർ വെച്ചതും വാട്ടർ ടാങ്ക് നിർമ്മിച്ചതും വരെ സ്വകാര്യ കമ്പനികളും വ്യക്തികളും ചേർന്നാണ്. ബാക്കി കുടുംബങ്ങളും ഇതുപോലെ പലരുടെയും സഹായത്താലാണ് പുനർജീവനം സാധ്യമാക്കിയത്. സർക്കാർ നേരിട്ടൊറ്റ വീട് പോലും നിർമ്മിച്ച് നൽകിയിട്ടില്ലെന്നാണ് പുത്തുമല പഞ്ചായത്തിൽ നിന്ന് പറയുന്നത് പലരും. ഭൂമി നഷ്ടപ്പെട്ടവർക്കും മറ്റ് വസ്തുക്കൾ നഷ്ടപ്പെട്ടവർക്കും യാതൊരു ധനസഹായവും ലഭിച്ചിട്ടില്ല. ദുരന്തബാധിതരായ ഭൂരിഭാഗം പേർക്കും ലഭിച്ചത് 4 ലക്ഷം രൂപ മാത്രമാണെന്നും അവർ പറയുന്നു. വന്യമൃഗ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ 10 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുമ്പോഴാണ് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം മാത്രം നൽകിയത്. ഉരുൾപൊട്ടലിൽ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെയാണ് പലരും രക്ഷപ്പെട്ടത്. ഇവരിൽ പലരും ജീവിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായം കൊണ്ടാണ്. സ്കൂൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം നൽകിയത്. പക്ഷേ അന്നൊന്നും ഉണ്ടായില്ല. കവളപ്പാറയിലും ഭൂരിഭാഗം കുടുംബങ്ങളും താമസിക്കുന്നത് ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീടുകളിലാണ്. 128 വീടുകളാണ് മൊത്തം വേണ്ടിയിരുന്നതെങ്കിൽ 600-ലധികം വീടുകളാണ് അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. 32 ആദിവാസി വീടുകൾ സർക്കാർ സംവിധാനത്തിൽ പൂർത്തിയാക്കി. ബാക്കി വീടുകളെല്ലാം സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തിലാണ് പൂർത്തിയായത്. ദുരന്തമുണ്ടായ 6 മാസമായിട്ടും പുനരധിവാസത്തിന് വേണ്ടി സർക്കാർ ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ്. ഒടുവിൽ ദുരന്തബാധിതർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു. 6 മാസം കൊണ്ട് നടപടി സ്വീകരിച്ചറിയിക്കാൻ സർക്കാരിനോട് കോടതിയെ ആവശ്യപ്പെട്ടു. യാതൊരു നടപടിയും ഉണ്ടായില്ല. സർക്കാർ പ്രഖ്യാപിച്ച വീടുകൾക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് ക്യാമ്പുകളിൽ തന്നെ വർഷങ്ങളോളം കഴിയേണ്ടി വന്നു. അതേസമയം സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകളിൽ ആളുകൾക്ക് നേരത്തെ തന്നെ താമസം തുടങ്ങാനായി. ഇതിനെല്ലാം അപ്പുറം സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി പലരും ജീവിതം തന്നെ വെറുത്തു എന്നുള്ളതാണ്. ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ തൊട്ടു പിന്നാലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം തേടി മുഖ്യമന്ത്രി രംഗത്തെത്തി. 3 ദിവസം മുൻപ് വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് 54 കോടിയാണ് എത്തിയത്. ക്രൗഡ് ഫണ്ടിംഗ് നടത്താതെ 1000 കോടി എന്ന ഭീമമായ തുകയിലേക്ക് എത്തിച്ചേരാനും സാധിക്കില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ച മുഖ്യമന്ത്രി രംഗത്തെത്തിയപ്പോൾ തന്നെ വിമർശനവും ഉയർന്നു. പ്രധാനമായി ഉയർന്ന ചോദ്യം പണം ചെലവഴിച്ചതിൻ്റെ കണക്കിനെ സംബന്ധിച്ചായിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയെങ്കിലും പണം വിനിയോഗിക്കുന്നതിൽ സുതാര്യത വേണമെന്ന്
പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു.